ഇപ്പം എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷനകത്ത് ഞാൻ പറഞ്ഞല്ലോ പെർമ്യൂട്ടേഷൻ്റെ കൺസെപ്റ്റ് വെച്ച് വരുന്ന ഒരു പ്രോബ്ലത്തിനെ പറ്റിയാണ് പറയുന്നത്. 2 പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ആ പ്രോബ്ലൂടെ കഴിയുമ്പം എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കഴിയും, ഈ ഒരു പോർഷനും കഴിയും ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് റെക്കറൻസ് റിലേഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇൻ ഹൗ മെനി വേസ് 4 ലെറ്റേഴ്സ് ഓഫ് എ വേർഡ് എൻജിൻ ക്യാൻ ബി അറേഞ്ച്ഡ്, അതാണ് ക്വസ്റ്റ്യൻ. സോ അപ്പം നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തന്ന വേർഡ് എന്ന് പറയുന്നത് എന്താണ്, എൻജിൻ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 1 2 3 4 5 6, ടോട്ടൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 6 ലെറ്റേഴ്സിൽ നമുക്ക് എത്ര ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഹൗ മെനി വേസ്, എത്ര വേസിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 4 ലെറ്ററിനെ എടുത്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇതൊരു പെർമ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ ആണ്. സോ അന്നേരം ഇതിനെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഗിവൺ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, NENGINE, അതാണ് ഗിവൺ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 4 ലെറ്റേഴ്സ് ടു ബി അറേഞ്ച് ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ യൂസിങ് എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, കൺസിഡർ ദ ലെറ്റർ ഇ, ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ് വേസ് ടു അറേഞ്ച് ലെറ്റർ ഇ ഈസ്, ഇപ്പം നോക്കിയേ, ഇ എന്ന് പറയുന്ന ലെറ്റർ എടുക്കുക. ഇ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 4 ലെറ്റർ എടുക്കുമ്പം ഈ അതിനകത്ത് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒന്നും എടുക്കാതിരിക്കാം, ഈയുടെ വാല്യൂ ഈനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ ആ 4 ലെറ്റേഴ്സ് 6 നിന്ന് ഞാൻ 4 സെലക്ട് ചെയ്യണ്ടേ, ആ 4 സെലക്ട് ചെയ്യുമ്പം ഞാൻ ഈ എന്ന് പറയുന്ന ലെറ്റർ എടുത്തിട്ടില്ലെങ്കിൽ അതിനെ ഞാൻ 0 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്താണ് 0? ഓക്കെ, അതായത് ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ടില്ല. ഇനി ഒരു ഈ വാല്യൂ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി 2 ഈ വാല്യൂ ഞാൻ ആ 4 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ 2 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ് വേസ് ടു അറേഞ്ച് ലെറ്റർ ഇ ഈസ്, അതായത് നമ്മൾ ആ ലെറ്റർ ഇനെ അറേഞ്ച് ചെയ്യാനുള്ള ഡിസ്റ്റിങ്ക്റ്റ് വേ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, 0 1 and 2. ദാറ്റ് ഈസ് 0 മീൻസ് നോ സെലക്ഷൻ ആൻഡ് 1 മീൻസ് ഓൺലി 1 സെലക്ഷൻ ഓഫ് ഇ ആൻഡ് 2 മീൻസ് ബോത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെനിക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ്, നോ സെലക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോ സെലക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളിപ്പം അതിൻ്റെ എക്സ്പാൻഷനാണ് എഴുതാൻ പോകുന്നത്. ഇപ്പം x⁻0 എന്ന് വിചാരിച്ചോ, ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. x⁻0 എന്ന് പറയുമ്പോൾ എന്താണ്, 1 ആണ്. ഓക്കെ, 1 ഞാൻ ഒരു വട്ടം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 × x. ഓക്കെ, 2 വട്ടം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, x²/2 ഫാക്ടോറിയൽ. ഓക്കെ, ഇത്രയും പോസിബിലിറ്റീസ് അല്ലേ ഉള്ളൂ. 1 സെലക്ട് ചെയ്തില്ല 0, 1 വരുമ്പോൾ x, 2 വരുമ്പം x²/2 ഫാക്ടോറിയൽ. ഇത്രയല്ലേ ഉള്ളൂ ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഈയുടെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ദ കോഎഫിഷ്യൻറ്റ് ഓഫ് x²/2 ഫാക്ടോറിയൽ ഈസ് 1, ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ് വേസ് ടു അറേഞ്ച് ഓൺലി 2 ഈസ്. അപ്പോൾ എന്താണ്, 2 ഈനെ എടുക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു പോസിബിലിറ്റി, നമ്പർ ഓഫ് വേസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് 2 എടുക്കാനുള്ളതിൻ്റെ നമ്പർ ഓഫ് വേസ്, എത്ര വേസ് ഉണ്ട്, നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഞാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി, x²/2 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? നമ്പർ ഓഫ് വേസ് ചോദിക്കുമ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എത്രൻ്റെ ആണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടെത്തണം. ഇനി കൺസിഡർ ദ ലെറ്റർ n എന്ന് പറഞ്ഞ ലെറ്റർ കൺസിഡർ ചെയ്യാം. n എന്ന് പറയുമ്പോൾ എത്ര വട്ടം വന്നിട്ടുണ്ട്, 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റി എന്താണ്, 0 സെലക്ട് ചെയ്യാതിരിക്കുക, മോറിനെ സെലക്ട് ചെയ്യാം, 2 സെലക്ട് ചെയ്യാം. അതിനെ നമ്മൾ എക്സ്പൊണൻഷ്യൽ വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, 1 + x + x²/2 ഫാക്ടോറിയൽ. ഇനി അടുത്തത് എന്താണ്, ജി എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. അന്നേരം 2 പോസിബിലിറ്റി, സെലക്ട് ചെയ്യാതിരിക്കാം, ആ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, 1 + x, അതായത് x/1 ഫാക്ടോറിയലാണ് അതിന് x എന്ന് എഴുതിയേക്കുന്നത്. ഇനി അടുത്തത് i, അതും എന്താണ്, ഒരു വട്ടം. അപ്പം 0ഉം 1ഉം, അതിനെ നമ്മൾ 1 + x, n ഒരു വട്ടം. അപ്പോൾ എന്താണ്, അതും സെലക്ട് ചെയ്യാതിരിക്കാം, ഒരു വട്ടം സെലക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, 1 + x. സോ മനസ്സിലായല്ലോ, ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടോട്ടലി മൊത്തത്തിൽ നമുക്കിതിനായി എങ്ങനെ എഴുതാൻ പറ്റും, ഓക്കെ നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയേ, ഒന്നാമത്തെ കേസ് ഈ എത്ര വട്ടമുണ്ട്, 2 വട്ടമുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, എന്നും കൂടെ പറഞ്ഞു, n 2 വട്ടമാണ്. അപ്പം അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പം നമുക്ക് ഈ എത്ര വട്ടം ചെയ്യാൻ പറ്റും, നമുക്ക് 0 1 2 അത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. സോ അന്നേരം f(x) = 1 + x +
എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി ഈ രണ്ടു വട്ടം പറ്റും, അടുത്ത ആൾ രണ്ടു വട്ടം പറ്റുന്ന ആരാണ്? n 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി പിന്നെ ഏതൊക്കെയാണ്? ജിയും ഐയും എത്ര വട്ടം പറ്റും? എഞ്ചിനകത്ത് ജിയും ഐയും ആകെ നമുക്ക് 0യും 1ഉമേ ഉള്ളൂ. 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇവിടെ നമുക്ക് കാണാം. കണ്ടോ? ഇതെന്ന് പറയുന്നത് ഇൻ്റെ, ഇതെന്ന് പറയുന്നത് എന്നിൻ്റെ, ഇതിൻ്റെ ജി, ഇത് ഐ. സോ അന്നേരം ഇത്രയാണ് നമുക്ക് 4 ലെറ്റേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച പോലെ 4 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ഇതെടുക്കുക. എന്നിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എന്ത് കിട്ടി? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയർ രണ്ടു വട്ടം ഇല്ലേ, ഇൻറ്റു 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ അത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ദ നമ്പർ ഓഫ് വേസ് ടു സെലക്ട് 4 letters from the 6 letter and permutating these 4 letters is finding the coefficient of x raised to 4 by 4 factorial. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ 6 ലെറ്ററിൽ നിന്ന് എനിക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റണം? 4 ലെറ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റണം. 6 ലെറ്ററിൽ നിന്ന് 4 ലെറ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഈസ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിൻ്റെ കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ 4 ലെറ്ററിനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ കോയിഫിഷ്യൻറ്റ്? നമ്പർ ഓഫ് വേസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം? എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയലിൻ്റെ കോയഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയലിൻ്റെ കോയഫിഷ്യൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതായത് ഈ 2 വട്ടം ഉള്ളതും n 2 വട്ടം ഉള്ളതും അതേപോലെ ജി വൈ ഓരോ വട്ടം ഉള്ളതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. സോ അപ്പം നമ്മൾ ആ ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. സോ ഇതായിരുന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഇനി നോക്കിയേ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയേ. അന്നേരം ഫസ്റ്റ് എന്തായിരുന്നു? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഇൻറ്റു ചെയ്യണം. 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. അന്നേരം ആദ്യം 1 ഇൻറ്റു, അന്നേരം എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ അത് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ് ഇൻറ്റു ഇത് വീണ്ടും ചെയ്യണം. അന്നേരം എക്സ് പ്ലസ് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അല്ലേ, എക്സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പം വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ അടുത്തത് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ വെച്ച് ചെയ്യണം. എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇനി നെക്സ്റ്റ് എക്സുമായിട്ട് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് ചെയ്യുമ്പം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, മനസ്സിലായി? എക്സ് ക്യൂബ് അല്ല, സോറി, എക്സ് റേസ് ടു 4. അതായത് നമ്മൾ ഓരോന്നുമായിട്ടും ഇൻറ്റു ചെയ്യുക. മനസ്സിലായല്ലോ? 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിനെ അത് വെച്ച് തന്നെ നമ്മൾ ഒന്നുകൂടി ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ എഴുതി. ഓക്കെ, ഇതാണ് ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ്, അതും സ്ക്വയർ അല്ലായിരുന്നു. അപ്പം 1 ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് പറയുമ്പം ഓക്കെ 1 ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് നമുക്ക് നോക്കാം എക്സ്. ഇനിയിപ്പോൾ എക്സ് എന്ന് പറയുമ്പം എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടി? 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? സോ അതാണ് നമുക്ക് അതിനെ ഇൻറ്റു ചെയ്തപ്പം കിട്ടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം കൂടി വീണ്ടും ഒന്ന് എന്താണ് ചെയ്യേണ്ടത്? ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ 1നെ വെച്ച് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ എഴുതുക. കണ്ടോ, ലാസ്റ്റ് വരെ അതുപോലെ എഴുതി. ഇനിയിപ്പോൾ എക്സ് സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ്, അതായത് മനസ്സിലായല്ലോ? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വലിയൊരു വാല്യൂ ഇതേ ഇതുപോലെ കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ആദ്യം സ്ക്വയറിൻ്റെ എല്ലാം ചെയ്തു, അതിനുശേഷം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വലിയൊരു വാല്യൂ കിട്ടി. ഇതിനകത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരിക്കും? ഓക്കെ, എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്താണ്? അപ്പം നമ്മളിവിടെ എക്സ് റേസ് ടു ബൈ 4 ഫാക്ടോറിയൽ വന്നിട്ടുണ്ടോ?
ഇല്ല. നമ്മൾ x4 ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമുക്ക് x4 ഇവിടെ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പം x4 എന്ന് പറഞ്ഞ ടേമും അതിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻ്റ് നമ്മളെടുത്ത് എഴുതാം. ഓക്കെ, നമുക്ക് നോക്കാം എവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ട് ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ വന്നിട്ടുണ്ട് x4/2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് x4/2 ഫാക്ടോറിയൽ ഇവിടെയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെയുണ്ട്. ഓക്കെ, ഞാൻ അന്നേരം ഇത്രയും ഏരിയയിലുണ്ട്. അന്നേരം അതിനെ നമ്മൾ മാറ്റി എഴുതി x4ൻ്റെ എല്ലാ ടേംസ് വിത്ത് കോയിഫിഷ്യൻ്റ് നമ്മൾ മാറ്റി എഴുതിയതിനു ശേഷം നമ്മൾ ഇതിനകത്തുനിന്ന് എന്ത് കോമൺ എടുത്തു? x4നെ കോമൺ എടുത്തു. x4നെ കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ 1/4. ഓക്കെ, x4/2 ഫാക്ടോറിയൽ ഇപ്പോൾ ഇവിടുന്ന് x4 എടുത്തു. അപ്പോൾ ബാക്കി 1/2. ഇവിടെ 1 വരും, ഇവിടെ 1/2 പ്ലസ് ഇത് 2ഉം 2 ഫാക്ടോറിയൽ കട്ടായിട്ട് അവിടെയും 1 വരും, ഇവിടെയും 2ഉം 2 ഫാക്ടർ കട്ടിട്ട് അവിടെയും 1 വരും. സോ x4 കോമൺ എടുക്കുമ്പം ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ പക്ഷെ നമുക്ക് വേണ്ടത് എന്തിൻ്റെ കോയിഫിഷ്യൻ്റാണ്? x4/4 ഫാക്ടോറിയലിൻ്റെ കോയിഫിഷ്യൻ്റാണ്. സോ അപ്പോൾ അത് നമുക്കിവിടെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x4ൻ്റെ കൂടെ ഒരു 4 ഫാക്ടോറിയലിനെ ഇൻറ്റു ചെയ്യുകയും ഡിവിഷൻ ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ മാത്സിൽ. നമുക്കൊരു കാര്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 4 ഫാക്ടോറിയൽ ബൈ ഇത് കട്ട് ചെയ്താലും x4 എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം നമുക്ക് x4/4 ഫാക്ടോറിയൽ കിട്ടേണ്ടത് കൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് x4നെ 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ വെച്ചിട്ടൊന്ന് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ നോക്കിയാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കിട്ടുമോ നോക്കാം. ഓക്കെ, അതായത് 1/4 + 1 + 3 വിച്ച് ഈസ് 17/4. അന്നേരം x4 ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 17/4 എന്ന് കിട്ടും. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്തിൻ്റെ കോയിഫിഷ്യൻ്റാണ്? x4/4 ഫാക്ടോറിയലിൻ്റെ. അന്നേരം ഈ 4 ഫാക്ടോറിയലിന് അകത്തേക്ക് കൊണ്ടുപോവുക. അപ്പം 17/4 ഇൻറ്റു 4 ഫാക്ടോറിയൽ. സോ അപ്പം നമുക്ക് x4/4 ഫാക്ടോറിയലിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? 17/4 ഇൻറ്റു 4 ഫാക്ടോറിയൽ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 102. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, 102 വേസ് ഉണ്ട്. അപ്പം 102 രീതിയിൽ നമുക്ക് ആ എൻജിൻ എന്ന് പറയുന്നതിനകത്തുനിന്ന് 4 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതാണ് ഒരു മെത്തേഡ് നമ്മൾ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. ഇപ്പം നമ്മൾ അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലാതെ ഒരു മെത്തേഡ് നോക്കി ഇച്ചിരി ഡിഫിക്കൽട്ടി. ഇപ്പം നമുക്ക് ടോട്ടൽ 4 ലെറ്റേഴ്സേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാൽ സാധാരണയായിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താ അതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും നോക്കിയേ. ഇപ്പോൾ ഒരു കോമ്പിനേഷൻ EENN നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4. എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 വട്ടം. സോ 2 ഫാക്ടോറിയൽ. N എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 ഫാക്ടോറിയൽ. എൻ്റെ പെർമ്യൂട്ടേഷൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ടത്തെ മൊഡ്യൂളിൽ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലെറ്റർ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അന്നേരം നമ്മൾ എടുക്കുന്ന ഒരു കോമ്പിനേഷൻ 4 ലെറ്ററിൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അല്ല ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ 4 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ഓരോ വട്ടേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ എത്ര കോമ്പിനേഷൻസ് ഉണ്ടോ നമുക്ക് അറിയാവുന്ന എല്ലാ കോമ്പിനേഷൻസും എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തെല്ലാം വന്നിരിക്കുന്നത് എന്താണ്? 4 ഫാക്ടോറിയൽ അല്ലേ വന്നിരിക്കുന്നത്. അന്നേരം അതെല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ 4 ഫാക്ടോറിയലിന് കോമൺ എടുക്കണം. അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? 102 എന്ന് തന്നെ കിട്ടും. സോ അന്നേരം ഇത് നമുക്ക് എന്തുകൊണ്ടാണ് പറ്റിയത്? ഒരു ചെറിയ വാല്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു മെത്തേഡ് ചെയ്യാൻ പറ്റിയത്. മനസ്സിലായി ഇതെങ്ങനെ ചെയ്തതെന്ന്? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു പോസിബിലിറ്റി അതിൻ്റെ എഴുതി, അടുത്ത പോസിബിലിറ്റി ഇത് എഴുതി, ഇപ്പോൾ അടുത്ത പോസിബിലിറ്റി ഇത് എഴുതി, അടുത്ത പോസിബിലിറ്റി. ഇവിടെ നോക്കി, ഇവിടെ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇപ്പം ഒരു വട്ടേ ഉള്ളൂ, G ഒരു വട്ടമേ ഉള്ളൂ, N 2 വട്ടം. സോ അങ്ങനെ ഓരോ പോസിബിലിറ്റീസിലും നമ്മൾ കണ്ടുപിടിക്കുന്നു. പക്ഷേ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്നു. 4 ഫാക്ടോറിയലിൻ്റെ നമ്മൾ ആൻസർ ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 102 തന്നെ കിട്ടും. പക്ഷേ ഇത് ചെറിയ പ്രോബ്ലത്തിന് മാത്രമേ യൂസ് ആവത്തുള്ളൂ. വലിയ പ്രോബ്ലം വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ കേസിലാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. എ ഷിപ്പ് ക്യാരീസ് 48 ഫ്ലാഗ്സ് 12 ഓഫ് ഈച്ച് ഓഫ് ദ കളേഴ്സ് റെഡ്, വൈറ്റ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഒരു ഷിപ്പിൽ 48 ഫ്ലാഗ് ഉണ്ട്. ഓരോ അതിനകത്ത് 12 വെച്ചിട്ട് 12 ഈച്ച് എന്നാണ് പറയുന്നത്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. 4 കളേഴ്സ് ഉണ്ട്. ഓരോന്നും 12 എണ്ണം വെച്ചിട്ടുണ്ട്. ടോട്ടൽ 48 ഉണ്ട്. 12 ഓഫ് ദീസ് ഫ്ലാഗ്സ് ആർ പ്ലേസ്ഡ് ഓൺ എ വെർട്ടിക്കൽ പോൾ ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് എ സിഗ്നൽ ടു അതർ ഷിപ്സ്. അന്നേരം ഇങ്ങനെ എന്താണ് ഈ ഫ്ലാഗ് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പോളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഓക്കെ, ഹൗ മെനി ഓഫ് ദീസ് സിഗ്നൽസ് യൂസ് ആൻ ഈവൻ നമ്പർ ഓഫ് ബ്ലൂ ഫ്ലാഗ്സ് ആൻഡ് ആൻ ഓഡ് നമ്പർ ഓഫ് ബ്ലാക്ക് ഫ്ലാഗ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കളേഴ്സ് ഉണ്ട്? 4 കളേഴ്സ് ഉണ്ട്. ടോട്ടൽ 12, ഓരോന്നും 12 ഉണ്ട്. ടോട്ടൽ 48 ആണ്. അതൊരു പോളിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അന്നേരം ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടി വേറൊരു ഷിപ്പിൽ അന്നേരം ഹൗ മെനി ഓഫ് ദി സിഗ്നൽസ് യൂസ് ആൻ ഈവൻ നമ്പർ ഓഫ് ബ്ലൂ ഫ്ലാഗ്സ്. ഒരു ഈവൻ നമ്പർ ഓഫ് ബ്ലൂ ഫ്ലാഗും അതേപോലെ ഓഡ് നമ്പർ ഓഫ് ബ്ലാക്ക് ഫ്ലാഗും. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗിൽ ഈവൻ നമ്പർ ആയിരിക്കും. ബ്ലൂ ഫ്ലാഗ്സിൻ്റെ നമ്പർ ഈവൻ ആയിരിക്കണം. ബ്ലാക്ക് ഫ്ലാഗിൻ്റെ നമ്പർ ഓഡ് ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഹൗ മെനി ഓഫ് ദീസ് സിഗ്നൽസ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 വൈറ്റ് ഫ്ലാഗ്സ് ഓർ നോ വൈറ്റ് ഫ്ലാഗ്സ് അറ്റ് ഓൾ. അന്നേരം നമ്മളിങ്ങനെ വെർട്ടിക്കൽ പോൾ വെച്ചേക്കില്ല, അല്ല വേറൊരു കണ്ടീഷൻ ചോദിച്ചേക്കുക. അറ്റ്ലീസ്റ്റ് 3 ഓർ മോർ, അറ്റ്ലീസ്റ്റ് 3 എങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ വൈറ്റ് ഫ്ലാഗ്, അല്ലെങ്കിൽ ഓർ നോ വൈറ്റ് ഫ്ലാഗ്സ് അറ്റ് ഓൾ. ഓക്കെ, ഒന്നെങ്കിൽ 3 വൈറ്റ് ഫ്ലാഗ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഫ്ലാഗും പാടില്ല. ഇതാണ് 2 കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതനുസരിച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ 48 ഫ്ലാഗ്സ് ഉണ്ട്. റെഡ് ഫ്ലാഗ് 12 ആണ്, വൈറ്റ് 12, ബ്ലൂ 12, ബ്ലാക്ക് 12. സോ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അന്നേരം നമ്മുടെ കയ്യിൽ ഇവിടെ ഓരോ റെഡ്, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് ഓരോന്നും എത്രയാണ്? നമുക്ക് 12 ഫ്ലാഗ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അന്നേരം ഓരോന്നിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനകത്തുള്ള 12 ഫ്ലാഗ്സ് 1 to 12 അല്ലേ. അപ്പം ആദ്യത്തെ ഇപ്പം ഞാൻ ബ്ലൂ ആണ് എടുത്തതെങ്കിൽ അതിനകത്ത് എത്ര ഫ്ലാഗ് ഉണ്ട്? 12 ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ? 1 + x + x² / 2 ഫാക്ടോറിയൽ അപ് ടു x raised to 12/12 ഫാക്ടോറിയൽ ഇൻറ്റു അടുത്തതും 12 അല്ലേ ബ്ലാക്ക് ആണെങ്കിൽ, അടുത്തതും അതുപോലെ അതിൻ്റെ അടുത്തതും 12. സോ ഇതിനെല്ലാം ഞാൻ എനിക്കിങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്തൂടെ? f(x) = അപ്പം നമ്മൾ എന്തിൻ്റെ കോഎഫിഷ്യൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് x raised to 12/12 ഫാക്ടോറിയൽ. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കണ്ടീഷനോടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും 12 ഫ്ലാഗ്സ് ആണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. ദ 12 ഓഫ് ദീസ് ഫ്ലാഗ്സ് ആർ പ്ലേസ്ഡ് ഓൺ എ വെർട്ടിക്കൽ പോൾ നോട്ട് ടു കമ്മ്യൂണിക്കേറ്റ്. അങ്ങനെ 12 ഫ്ലാഗ് ആണ് വെക്കുന്നത്. അത് ഈ 4 കളറിൽ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേണമെങ്കിൽ അതായത് നമ്മുടെ അർത്ഥം എന്താണ്? ഇപ്പം ഞാൻ ഏതോ ഒരു വാല്യൂ എടുത്തു, ഡിവൈഡഡ് ബൈ k1 ഫാക്ടർ. നമുക്ക് ഈ വാല്യൂസ് അറിയത്തില്ല. ഏതോ 4 ഫ്ലാഗ് എടുത്തു. എങ്ങനെ എടുത്താലും എന്തെല്ലാം ഇൻഡ്യൂ ചെയ്താലും എനിക്ക് ഫൈനൽ എന്ത് കിട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് x raised to 12/12 ഫാക്ടോറിയലിൻ്റെ ആ ഒരു ഫോമിലേക്ക് കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഇവിടെ ഒരു കണ്ടീഷൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഈവൻ നമ്പർ ഓഫ് ബ്ലൂ ഫ്ലാഗും ഓഡ് നമ്പർ ഓഫ് ബ്ലാക്ക് ഫ്ലാഗും. അപ്പം ബ്ലൂ ഫ്ലാഗിൽ ഈവനും ബ്ലാക്ക് ഫ്ലാഗിൽ ഓടും. സോ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ടോട്ടൽ നമുക്ക് അതിനകത്ത് 12 ഫ്ലാഗ് ഉണ്ട്. എന്താണ് ടോട്ടൽ? നമുക്ക് 12 ഫ്ലാഗ്സ് ഉണ്ട്. അതിൽ ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്നത് ഈവൻ നമ്പറും ബ്ലാക്ക് ഫ്ലാഗ് എന്ന് പറയുന്നത് ഓഡ് നമ്പറും. ഓക്കെ, അന്നേരം എല്ലാ ഫ്ലാഗ്സും അതിനകത്ത് കാണുകയും ചെയ്യണം. ഓക്കെ, ഇപ്പം എല്ലാ ഫ്ലാഗ്സും കാണാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ അവിടെ. ഇപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ റെസ്ട്രിക്ഷൻ ഉള്ളത് ആർക്കൊക്കെയാണ്? ബ്ലൂവിനും ഉണ്ട്, ബ്ലാക്കിനും റെസ്ട്രിക്ഷൻ ഉണ്ട്, വൈറ്റിനും റെഡിനും നമുക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അതിനകത്തൊന്നും ഈവനും ഓടുന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ള എങ്ങനെ എഴുതാൻ പറ്റും? 1 + x + x² + up to x raised to 12/12 ഫാക്ടോറിയൽ. അത്രയും തന്നെ എഴുതാം. അതായത് അതിനകത്ത് 12 ഫ്ലാഗും നമുക്ക് വേണമെങ്കിൽ 12 എണ്ണമായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് 2 എണ്ണം എടുക്കാം, 3 എണ്ണം എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. അടുത്തത് റെഡും അതുപോലെ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സോ അതും അതുപോലെ എഴുതുക. ഇനി ബ്ലൂവിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിനകത്ത് ഈവൻ നമ്പർ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം 1, 0, x raised to 0 അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് ഓഡ്. ബ്ലൂവിനകത്ത് ഈവൻ നമ്പർ ഓഫ് മാത്രമേ പറ്റത്തുള്ളൂ. എന്നിട്ട് x² / 2 ഫാക്ടോറിയൽ. നെക്സ്റ്റ് x³ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. x raised to 4/4 ഫാക്ടോറിയൽ.
സോ അന്നേരം അവിടെ ഈവൻ നമ്പേഴ്സ് എഴുതി, ബ്ലാക്കിൽ ഓഡ് നമ്പേഴ്സ് എഴുതി. വി ആർ ലുക്കിംഗ് ഫോർ x⁻12 ഇൻ ദ പ്രോഡക്റ്റ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ 4 ഫ്ലാഗ്സ് ഇവിടെ ഞാനിവിടെ പറഞ്ഞായിരുന്നു. ഇവിടെ ഇപ്പം നമ്മൾ ഒന്നാമത്തെ റെഡ് എടുത്തു, രണ്ടാമത്തെ ബ്ലൂ എടുത്തു, അതിൻ്റെ അടുത്തത് ബ്ലാക്ക് എടുത്തു, അതിൻ്റെ അടുത്തത് വൈറ്റ് എടുത്തു. ഇതെല്ലാം കൂടി ഇൻഡ്യൂ ചെയ്താലും എനിക്ക് ഫൈനൽ കിട്ടുന്നത് ഈ പോളിൽ എത്ര ഫ്ലാഗ് പാടുള്ളൂ? 12 ഫ്ലാഗ്. ഇതിപ്പോൾ ഈവൻ നമ്പർ എടുത്താലും ഓഡ് നമ്പർ എടുത്താലും എടുത്തില്ലെങ്കിലും ഫൈനൽ എൻ്റെ ആൻസർ x⁻12 ഫാക്ടോറിയൽ ആയിരിക്കണം. ഓക്കെ, അന്നേരം ആ കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ അപ്പം നമുക്ക് ഇവിടെ നോക്കിയേ, ഇനിയിപ്പോൾ ഇവിടെ ഞാനിവിടെ x⁻12 വരെയല്ലേ എഴുതിയിട്ടുള്ളൂ. നമ്മൾ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റാണ്. നമ്മൾ x⁻12 വരെ കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് x⁻13 ഫാക്ടോറിയലും x⁻14 എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം അത് ഇവിടെ നമ്മൾ 13 ഫ്ലാഗിൻ്റെ കാര്യം പറയുന്നില്ല, 12 ഫ്ലാഗേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 12 വരെ നമ്മൾ അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അത് കണ്ടോ, ഇതെല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് അന്നേരം ആദ്യത്തെ കേസ് നോക്കിയേ, ഇത് ഫസ്റ്റ് 1 + x + x² 2 ഫാക്ടോറിയൽ അപ് ടു x⁻12 ഫാക്ടോറിയൽ. അതിനെ എങ്ങനെ എഴുതാം? e⁻x. അടുത്തതിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ, e⁻x. ഇനി അതിൻ്റെ അടുത്തതോ, അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈവൻ നമ്പേഴ്സ് വരുന്നതിന് എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്? e⁻x + e⁻−x/2. ഓഡ് നമ്പേഴ്സ് വരുന്നതോ e⁻x - e⁻−x/2. ഇത് പഠിപ്പിച്ചില്ലായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അന്നേരം അത് രണ്ടും കൊടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? x × x എന്താണ്? e⁻2x ഡിവൈഡഡ് ബൈ 2 × 2 4, അത് പുറത്തെടുത്തു. ഇനി e⁻x + e⁻−x × e⁻x - e⁻−x, അതെല്ലാം കൂടി ഇൻഡ്യൂ ചെയ്യാം. ഇതെല്ലാം കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ e⁻x ഇൻഡ്യൂ ചെയ്യുമ്പോൾ e⁻2x, e⁻x മൈനസ് e⁻−x എഴുതുമ്പം 1 കിട്ടും. x + -x is 0, അങ്ങനെ 1 കിട്ടും. അടുത്തതും നമുക്ക് e⁻0 വിച്ച് ഈസ് 1 ആൻഡ് -e⁻2x. സോ അന്നേരം നമുക്ക് ഈ 1ഉം 1ഉം കൂടി ഇതും 1ആണ്, ക്യാൻസൽ ആയിപ്പോൾ നമുക്ക് e⁻2x/4 ഇൻറ്റു e⁻2x - e⁻2x. ഓക്കെ, എന്നിട്ട് e⁻2x വീണ്ടും അകത്തേക്ക് നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ e⁻4x മൈനസ് ഇത് രണ്ടും കൂടെ 1 ആകും. ഓക്കെ, ഇത്രയും കിട്ടി. ഓക്കെ, അന്നേരം നമുക്ക് ഇനി എന്താ നമുക്ക് എഴുതാൻ പറ്റും? ഇനി e⁻4x ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/4 ഓഫ് e⁻4x -1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട കോഎഫിഷ്യൻ്റ് എന്തിൻ്റെയാണ്? 12 ഫ്ലാഗിൻ്റെയാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് x⁻12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇതിനകത്തൊന്നും അത് കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ നോക്കണം e⁻4x എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ഞാൻ പറഞ്ഞായിരുന്നു e⁻2x എന്താണെന്നും e⁻x എന്താണെന്നും e⁻ax എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. e⁻4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 + 4x/1 ഫാക്ടോറിയൽ പ്ലസ് 4x² 2 ഫാക്ടോറിയൽ പ്ലസ് ഈസ് അപ് ടു -1. ഓക്കെ, അപ്പം ഈ 1ഉം കൂടെ പോകും. ബാക്കി എന്തുണ്ട്? ഇതുണ്ട്. ഇനി ഇതിനകത്ത് നോക്കണം, ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. e⁻4x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് e⁻2x നമ്മൾ 1 + 2x പ്ലസ് പിന്നെന്താണ് 2x² 2 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത്. 4 വന്നാലും 2ൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. എന്നിട്ട് -1 കൂടെ ഉള്ളതുകൊണ്ട് ഈ 1ഉം 1ഉം ക്യാൻസലായി പോകുന്നു. സോ അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 4x/1 ഫാക്ടോറിയൽ ഇൻറ്റു 4² ഇൻറ്റു x² 2 ഫാക്ടോറിയൽ ഇൻറ്റു 4³ ഇൻറ്റു s³ 3 ഫാക്ടോറിയൽ അങ്ങനെ പോയേക്കുന്നത്. അന്നേരം ഫൈനലി x⁻12 ഫാക്ടോറിയൽ വരുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ആലോചിച്ച് വയ്ക്കുക. ഈ 1/4 കോമൺ ഉണ്ട്. x⁻12 ഫാക്ടോറിയലിൻ്റെ കൂടെ ആരായിരിക്കും? 4⁻12. സോ നേരം നമുക്ക് നോക്കാം 4⁻12 അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇതായിരിക്കും അതിൻ്റെ കോഎഫിഷ്യൻറ്റ്. x⁻12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈസ് 1/4 ഇൻറ്റു 4⁻12. ഓക്കെ, ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളിവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് ബ്ലൂ ഫ്ലാഗും അതേപോലെ ഓഡ് നമ്പർ ഓഫ് ബ്ലാക്ക് ഫ്ലാഗും. അപ്പോൾ ഈവൻ നമ്പർ ബാക്കി രണ്ടെണ്ണത്തിന് റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതേപോലെ എന്തുകൊണ്ടാണ് ഫ്ലാഗിനകത്ത് 12 ഫ്ലാഗ് എന്ന് വന്നതുകൊണ്ടാണ് x⁻12 വരെ കൺസിഡർ ചെയ്യുന്നത്. ബാക്കി രണ്ടും അതുപോലെ എഴുതി. ഇത് ഈവൻ നമ്പറിലും ഓഡ് നമ്പറിലും എഴുതി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു?
അതിനെ ഇൻറ്റു ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇത് ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സ് ആണെന്ന് മനസ്സിലായി. ഇത് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സും ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സും ആണെന്ന് മനസ്സിലായി. അതെല്ലാം എഴുതി എന്നിട്ട് നമ്മൾ അതിനകത്തു നിന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്തു. ഫൈനലി നമുക്കിത് കിട്ടി. ഇ റേസ് ടു 4x വാല്യൂ ഇ റേസ് ടു 2x നിന്ന് എഴുതാൻ പറ്റും. സോ അതിൽ നിന്ന് അത് എഴുതി. അതിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്താണ് പറയുന്നത്? നമ്മളോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3, ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 3ൽ കൂടുതൽ, അല്ലെങ്കിൽ നോ വൈറ്റ് ഫ്ലാഗ്. സോ ഈ 2 കണ്ടീഷനാണ് നമ്മളോട് പറയുന്നത്. അന്നേരം ബാക്കി ഒന്നിനും ഒരു റെസ്ട്രിക്ഷനും പറയുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമുക്ക് നോ വൈറ്റ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഏത് വരും? 0 വരും. എക്സ് റേസ് ടു 0, നോ വൈറ്റ് ഫ്ലാഗ്. അപ്പോൾ അത് നമ്മൾ എടുത്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 3, 3 അല്ലെങ്കിൽ 3ൽ കൂടുതൽ. അപ്പോൾ എന്താണ്? നോ സെലക്ട് ചെയ്യാത്ത കേസ് എക്സ് റേസ് ടു 0 അതെടുത്തു, 1 എടുത്തു. ഇനി അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? x³ 3 തൊട്ട് മുന്നോട്ട് അല്ലേ? സോ അന്നേരം വൈറ്റ് ഫ്ലാഗിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്. സോ ഇതാണ് വൈറ്റ് ഫ്ലാഗ്. ബാക്കി 3 ഫ്ലാഗിന് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, ഏത് ഈവൻ നമ്പർ ഓഡ് നമ്പർ നോ എന്ന് പറഞ്ഞൊരു കണ്ടീഷനൊന്നുമില്ല. അപ്പം 1 + x/1 പ്ലസ് അപ് ടു എന്താണ് എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയൽ വരെ എടുക്കാം. ഇത് 3 എണ്ണത്തിനുള്ളതുകൊണ്ട് നമുക്ക് അങ്ങ് റേസ് ടു ക്യൂബ് ഇട്ടാൽ പോരെ. 3ന് കണ്ടീഷൻ ഇല്ലല്ലോ, വൈറ്റിന് മാത്രമല്ലേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, ഇതെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് ദ ഹോൾ ക്യൂബ് അല്ലേ. ഇനി ഇതെന്തായിരിക്കും? നമുക്ക് ഇ റേസ് ടു എക്സിനകത്തു നിന്ന് ആര് 2 പേരെ ഇതിനകത്ത് പോയിട്ടുള്ളൂ? എക്സും പോയിട്ടുണ്ട്, x² 2 പോയിട്ടുണ്ട്. അത് എഴുതിയാൽ പോരെ. ടോട്ടൽ ഇ റേസ് ടു എക്സിനകത്തു നിന്ന് 2 പേരെ കളഞ്ഞിട്ടുള്ളതല്ലേ ഇത്. അതായത് എക്സും ഇല്ല, x² 2 ഇല്ല. സോ ഇ റേസ് ടു എക്സിൽ നിന്നത് കുറയ്ക്കാം. ഇനി ഇ റേസ് ടു എക്സ് റേസ് ടു 3 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇ റേസ് ടു 3x. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഇ റേസ് ടു എക്സ് മൈനസ് x ഇൻറ്റു x² 2 ഇ റേസ് ടു 3x. ഇ റേസ് ടു x ഇൻറ്റു ഇ റേസ് ടു 3x എന്താണ്? ഇ റേസ് ടു 4x മൈനസ് x ഇൻറ്റു ഇ റേസ് ടു 3x മൈനസ് x² 2 ഇൻറ്റു ഇ റേസ് ടു 3x. ഇ റേസ് ടു 3xനകത്തോട്ട് ഇൻറ്റു ചെയ്തു. അപ്പം നമുക്ക് ഇതാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നേരത്തെ കേസിൽ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയലിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിച്ചു. ഇവിടെ അന്നേരം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിനകത്തു നിന്നും എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയലിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യൻറ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പം നോക്കി, ഇതിനകത്തു നിന്ന് അത് പോസിബിൾ ആണോ? നമുക്ക് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഓരോരോ ടേമായിട്ട് എടുക്കുക. ഇ റേസ് ടു 4x എടുക്കുക, അതിനുശേഷം ഇതെടുക്കുക, അതിനുശേഷം ഇതെടുക്കുക, ഓരോരോ ടേമായിട്ട് എടുക്കുക. ഇനി ഇ റേസ് ടു 4x എടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ ചെയ്യണമെന്ന്. 1 + 4x/4x² 2 ഇ റേസ് ടു 2x പകരം അത് എഴുതുക. ഇനി അടുത്തത് എന്താണ്? എക്സ് ഇൻറ്റു ഇ റേസ് ടു 3x. എക്സ് ഇൻറ്റു ഇ റേസ് ടു 3x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇ റേസ് ടു 3x എഴുതാമല്ലോ. 1 + 3x + 3x² 2 എന്ന് പറഞ്ഞാൽ പോകും. എക്സ് കൂടെ ഇൻറ്റു ചെയ്യുക. എക്സ് കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് അകത്തേക്ക് ഇൻറ്റു ചെയ്തു. അപ്പോൾ x + 3x² + 3² ഇൻറ്റു x³ 2 എന്ന് പറഞ്ഞ് പോകും. ഓക്കെ, അത് അവിടെ വരെ എഴുതി. അതിനുശേഷം നമ്മൾ നോക്കിയേ, ഇനിയിപ്പം ഈ ഇ റേസ് ടു 4xൽ നമ്മുടെ എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയലിൻ്റെ, ഞാൻ മറന്നുപോയത് പറയാൻ, എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. 4² x² 2 അല്ലേ? x² 2 കൂടെ വന്നത് 4². അപ്പോൾ എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയലിൻ്റെ കൂടെ ആര് വരും? 4 റേസ് ടു 12 വരും അല്ലേ? അതല്ലേ അതിൻ്റെ ആൻസർ. അപ്പം എന്താണ്? ഇ റേസ് ടു 4xൽ എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 4 റേസ് ടു 12 ആണ്. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി എക്സ് ഇൻറ്റു ഇ റേസ് ടു 3xൽ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, 3² x³ 2 ഫാക്ടോറിയൽ. ഓക്കെ, എന്താ? 3² x³ 2 അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് റേസ് ടു 12/12 ഫാക്ടോറിയൽ. ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ എക്സ് റേസ് ടു 12 എന്ന് എടുത്ത് നോക്കിയാൽ അപ്പോൾ എങ്ങനെ വരും? 3² x³
2 ഫാക്ടോറിയൽ. ഓക്കെ, എന്തായാലും ഇതിന് പകരം ഞാൻ x⁻12 കൊടുത്ത് ഇവിടെ 3 ഒരെണ്ണം കുറച്ചല്ലേ താഴെ വന്നേക്കുന്നത്, അപ്പോൾ താഴെ എത്ര വരും? 11 ഫാക്ടോറിയൽ. അത് തന്നെയല്ലേ ഇവിടെയും വന്നേക്കുന്നത്. അപ്പം 3⁻11 × x⁻12/11 ഫാക്ടോറിയൽ. ഇങ്ങനെ ആയിരിക്കും x⁻12ൻ്റെ കൂടുള്ള കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നോക്കിയാൽ മതി, 3യിൽ നിന്നൊന്ന് താഴെയാണ് ഈ താഴെ 2 ഫാക്ടോറിയലും 3² ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കി, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? x⁻12/12 ഫാക്ടോറിയൽ. അപ്പോൾ അതവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് 3⁻11 × x⁻12/11 ഫാക്ടോറിയലാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഇവിടെ 12 ഫാക്ടോറിയൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. 12 ഫാക്ടോറിയൽ / 12 ഫാക്ടോറിയൽ. അപ്പോൾ എന്തായിരിക്കും ഇനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്? 3⁻11 × 12 ഫാക്ടോറിയൽ / എന്താണ്? 11 ഫാക്ടോറിയൽ. അപ്പോൾ ഇത് കണ്ടോ, x⁻12/12 ഫാക്ടോറിയലിൻ്റെ കൂടെ വന്നിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ആരാണ്? 3⁻11 × 12 ഫാക്ടോറിയൽ / 11 ഫാക്ടോറിയൽ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ 11 ഫാക്ടോറിയലും 12 ഫാക്ടോറിയലും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 12 മാത്രം വരത്തില്ലേ? 3⁻11 × 12 ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതെന്താ ഇവിടെ ചെയ്തേ? x × e⁻3x എഴുതി. e⁻3x അറിയാം, x ഇൻറ്റു ചെയ്തു. x ഇൻറ്റു ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 3² x³ / 2 ഫാക്ടോറിയൽ എന്ന് ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ അർത്ഥം x⁻12 വരുമ്പം അതിനേക്കാൾ ഒരു വാല്യൂ ചെറുതായിട്ടാണ് താഴത്തെ ഫാക്ടോറിയലും ഇവിടെ 3⁻11 എന്നും വരുന്നത്. അപ്പോൾ നമുക്ക് x⁻12/12 ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് വരും? 3⁻11 × 12 ഫാക്ടോറിയൽ / 11 ഫാക്ടോറിയൽ എന്ന് വരുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കേസിലുള്ള എന്തെന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കോഎഫിഷ്യൻ്റ് എടുക്കുക. x² / 2 ഫാക്ടോറിയലിൻ്റെ e⁻3x. മറ്റേതുപോലെ തന്നെ e⁻3x എഴുതുക, x² / 2ൻ്റെ പറഞ്ഞ് കൊടുക്കുക. ഇനി എന്നിട്ട് നോക്കിയേ ഇതെങ്ങനെ എഴുതിയേക്കുന്നതെന്ന്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി. 3⁻² × x⁻4/2 × 2 ഫാക്ടോറിയൽ. അതായത് 4നേക്കാൾ 2 വാല്യൂ കുറഞ്ഞിട്ടാണ് ബാക്കി 2 വാല്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ x⁻12 വന്നാൽ എന്ത് കിട്ടും? 3 × 4ന് പകരം ഇവിടെ 2 ആണ് വന്നേക്കുന്നത്. അപ്പം 12ൽ നിന്ന് 2 കുറയും, 10 / പിന്നെ 2 മാറത്തില്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, എല്ലായിടത്തും 2 × 2 × 2 × എന്ന് തന്നെയാണ് പോയേക്കുന്നത്. അപ്പം 2 × ഇവിടെ 2 ഫാക്ടോറിയൽ എന്തുകൊണ്ടാണ് വന്നേക്കുന്നത്? 4ൽ നിന്ന് 2 വാല്യൂ മാറ്റി. അപ്പം 12ൽ നിന്ന് 2 വാല്യൂ മാറ്റി 10 ഫാക്ടോറിയൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ വാല്യൂ നോക്കുക, എല്ലായിടത്തും 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഇനിയിപ്പം 1-2 പേര് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്ത് വരുന്നത്? ഇപ്പം 3⁻² എന്ന് പറയുന്നത് എന്താ? ഈ വാല്യൂയിൽ നിന്ന് 2 കുറഞ്ഞാണ് ഇവിടെ വരുന്നത്, ഈ വാല്യൂയിൽ നിന്ന് 2 കുറഞ്ഞാണ് ഇവിടെയും വരുന്നത്. അപ്പം x⁻12 ആ സ്ഥാനത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3⁻2 വാല്യൂ കുറച്ച് 10 / 2 × 10 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഴയ പോലെ തന്നെ 12 ഫാക്ടോറിയലിനെ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 3⁻10 × 12 ഫാക്ടോറിയൽ / 2 × 10 ഫാക്ടോറിയൽ. 3⁻10 12 ഫാക്ടോറിയലും 2 × 10 ഫാക്ടോറിയലും. ഓക്കെ, അന്നേരം അതായിരിക്കും ആ ഒരെണ്ണത്തിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഇത് ചെയ്യുക. അന്ന് എന്ത് പറ്റും? 10 ഫാക്ടോറിയലിനകത്തു നിന്ന് ഇത് കട്ട് ചെയ്തിട്ട് ബാക്കി ഇവിടെ 10 × 12. കാരണം എന്തുകൊണ്ടാണ്? 10 × 9 × സംഭവമാണിത്. ഇത് 12 × 11 × 10 × 9 × അന്നേരം ഇത് ഇത്രയും കട്ടായിട്ട് ബാക്കി 12 11 മാത്രം വരും. എന്നിട്ട് വീണ്ടും 12 11 കൂടെ 12 2 കൂടെ കട്ടായിട്ട് 6 × 11 × 3⁻10 വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്തും ഇപ്പം ചെയ്യുന്നത്? നമുക്ക് എന്തൊക്കെ വാല്യൂ കിട്ടി? ആദ്യത്തേന് 4⁻12 ആയിരുന്നു കോഎഫിഷ്യൻ്റ് കിട്ടിയത്. രണ്ടാമത്തേതിന് 3⁻11 × 12 കിട്ടിയത്. മൂന്നാമത്തേതിന് 66 6 × 11 66 66 × 3⁻10 കിട്ടിയത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം കൂടെ നമ്മൾ, അതായത് എങ്ങോട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തേ? ഇപ്പം ഈ ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ്റ് കിട്ടിയില്ലേ? നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ. ഈ ഒരു ഇക്വേഷനിലോട്ട് ഒന്നാമത്തതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇട്ട് കൊടുക്കുക, ഇതെല്ലാം രണ്ടാമത്തേത് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇട്ട് കൊടുക്കുക, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇട്ട് കൊടുക്കുക. സൈൻ മാറ്റരുത്, ആ സൈൻ അതുപോലെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അന്നേരം ഇങ്ങനെ കിട്ടും. ഇതിനകത്തുനിന്ന് നീ നോക്കിയേ, 3⁻10 കോമൺ എടുക്കുക. അപ്പം ബ്രാക്കറ്റിൽ എന്ത് വരും? 3 × 12 ഓക്കെ പ്ലസ് 66
ഓക്കെ, ഇനി ഇതെന്ത് കിട്ടും? 36 + 66 is 112. സോ അന്നേരം 4^12/3^10 × 112 അതാണ് ഫൈനൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതെങ്ങനെ രണ്ടാമത്തത് ചെയ്തത്? നമുക്ക് ഇതായിരുന്നു കേസ്, അതെല്ലാം കൂടെ നമ്മൾ ഇൻഡ്യൂ ചെയ്ത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതിനകത്തുനിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ x^12/12 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നു. ഇവിടെ നോക്കിയേ, ഈ കേസിൽ നമ്മൾ എന്ത് നോക്കുന്നു? നമ്മൾ നോക്കുമ്പോൾ 4^2x²/2 ഫാക്ടോറിയൽ. അപ്പം എന്തായിരിക്കും? x^12 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു? x^12/12 ഫാക്ടോറിയലിനകത്ത് 4^12 വരും. അതിനകത്ത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇനി നെക്സ്റ്റ് അടുത്ത് x × e⁻3x. അത് നമ്മളെല്ലാം ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണ്? 3^2x³ ഫാക്ടോറിയൽ. സോ അന്നേരം x^12 വന്നു കഴിഞ്ഞാൽ ഒരു വാല്യൂ കുറച്ചിട്ടായിരിക്കും 3ൻ്റെ പവർ, അതായത് 3^11 താഴെ ഫാക്ടോറിയൽ എഴുതുന്ന ഒരു വാല്യൂ കുറച്ച് 11 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ x^12/12 ഫാക്ടോറിയലിൻ്റെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? 12 ഫാക്ടോറിയൽ/12 ഫാക്ടോറിയലിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഈ x^12/12 ഫാക്ടോറിയലിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യൻ്റായിട്ട് 3^11 × 12 ഫാക്ടോറിയൽ /11 ഫാക്ടോറിയൽ × x^12/12 ഫാക്ടോറിയൽ. ഇതായിരിക്കും നമുക്ക് ഇത് എന്തിനകത്ത് കോഎഫിഷ്യൻ്റായിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ആൻസർ എഴുതുക. അടുത്തത് അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഫൈനലി ആ ഒരു ഇക്വേഷനിലോട്ട് എല്ലാം ഇട്ട് കൊടുത്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലംസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.